ലിംഗസമത്വം ഉയർത്തി കെട്ടിപ്പടുത്ത നവോത്ഥാനത്തിന്റെ മതിൽ 4 വോട്ടിൽ തട്ടി ദേ കിടക്കുന്നു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. വോട്ടിനായി നിലപാട് മാറ്റില്ലെന്ന് പറഞ്ഞവർ ഇന്ന് നിലപാടില്ലായ്മയെ വിശദീകരിക്കാൻ പാടുപെടുന്നത് കാണുമ്പോൾ നിങ്ങളെ വിശ്വസിച്ച വിപ്ലവത്തിന്റെയും മാനവികതയുടെയും മതിൽ ഉയർത്താൻ വന്ന സകലർക്കും ആത്മനിന്ദ തോന്നുന്നുണ്ടാകണം. കനലൊരു തരി കൂടിയുള്ളത് കെട്ടാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോകുമെന്ന പേടിയിൽ സംഗമം തുടങ്ങി ആചാര സംരക്ഷണം വരെ വിശ്വാസികൾക്കൊപ്പം. ഇനി ബാക്കി നാമജപം മാത്രം. ഈ പോക്കാണെങ്കിൽ അതിനും മടിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു ഭാഗത്ത് 4 വോട്ടിനായി സകല അനാചാരങ്ങളുടെ സംരക്ഷണവും, മറുഭാഗത്ത് നാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഭ്രാന്താലയമായിരുന്ന ഈ നാടിന്റെ സകല നവോത്ഥാന മൂല്യങ്ങളുടെ അട്ടിപ്പേർ അവകാശവും ഒരുമിച്ച് അവകാശപ്പെടരുത്. യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് മാറ്റുമെന്ന് പറഞ്ഞത് നാമജപവുമായി തെരുവിലിറങ്ങിയ NSS ആണ്. ആരാണ് NSSന് ഉറപ്പുകൊടുത്തത്? ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് വിശദീകരിക്കാൻ സർക്കാരിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഭൂരിപക്ഷ വോട്ട് ബാങ്കിൽ തുലനം ചെയ്യുമ്പോൾ യു ടേൺ അടിക്കാനുള്ളതാണോ CPIMന്റെ നവോത്ഥാനം?